ജോസഫ് എന്ന് പറയുന്നത് ഒരു റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥനാണ്. സർവീസിലിരിക്കുന്ന കാലത്ത് കുറ്റാന്വേഷണത്തിൽ ഒരുപാട് തൽപരനായിരുന്ന, അല്ലെങ്കിൽ അതിൽ ഒരുപാട് പ്രാഗൽഭ്യം ഉണ്ടായിരുന്ന, ഇന്നും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അന്വേഷിക്കുന്ന ആവശ്യപ്പെടുന്നൊരു പോലീസ് ഉദ്യോഗസ്ഥൻ. സ്വന്തം ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. സ്വകാര്യ ജീവിതം കുത്തഴിഞ്ഞതും താറുമാറായതുമാണ്. എങ്കിൽ പോലും അയാൾക്ക് അടിസ്ഥാനപരമായ ഒരു മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു ഗുണമുണ്ട്. അതാണ് ജോസഫ് എന്ന് പറയുന്ന വ്യക്തി. ഇതിൻ്റെ തിരക്കഥാകൃത്ത് ഷാഹി കബീർ എന്ന് പറയുന്ന എൻ്റെ സുഹൃത്ത് ഒരു പോലീസുകാരനാണ്. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്നാണ് ഇത്തരം ഒരു കഥ ഉണ്ടായത്. കഥ എന്ന് വെച്ചാൽ കഥാപാത്രം ശരിക്കും ഉണ്ടായതാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഷാഹി അങ്ങനെ പറഞ്ഞിട്ടില്ല. എങ്കിൽ പോലും ഷാഹിയുടെ ഒരുപാട് അനുഭവങ്ങളിൽ ഈ കഥയിൽ അദ്ദേഹം ഇണക്കി ചേർത്തിട്ടുണ്ട്. അതായത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എങ്ങനെ ആയിരിക്കണം, അയാളുടെ അന്വേഷണ രീതികൾ എങ്ങനെയായിരിക്കണം, അയാളുടെ ജീവിതം എങ്ങനെയായിരിക്കണം, അയാളുടെ ഒരു റൊട്ടീൻ എങ്ങനെയായിരിക്കണം, ഇതൊക്കെ ഷാഹി ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. പക്ഷേ ഒരു യഥാർത്ഥ ജീവിതത്തിലെ കഥാപാത്രത്തെ അങ്ങനെ എടുത്ത് പ്രതിഷ്ഠിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഷാഹി എന്നോട് പറഞ്ഞിട്ടില്ല. അങ്ങനെയല്ല, എല്ലാവർക്കും എന്താണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവണം. അതാണല്ലോ ഒരു ടീച്ചറിൻ്റെ ലക്ഷ്യം. സിനിമ ഇറങ്ങുമ്പോൾ അതെന്താണെന്ന് അവർക്ക് അറിയാനുള്ളൊരു താല്പര്യം ആദ്യമേ ഉണ്ടാക്കി വയ്ക്കുക എന്നുള്ളതാണ് ടീച്ചറിൻ്റെ ലക്ഷ്യം. അത് ഇതിൽ നമുക്ക് സാധിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് എനിക്ക് ഈ ചോദ്യത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. പിന്നെ ഈ സിനിമയുടെ ജോണർ എന്താണെന്ന് വ്യക്തമായി കൊടുക്കണം. അതായത് ഒരു കുറ്റാന്വേഷണ കഥയാണ് ഞങ്ങൾ പറയാൻ പോകുന്നത് എന്ന് പറയുന്ന ആളുകൾക്ക് മുൻകൂട്ടി ധരിപ്പിക്കാനുള്ള ഒരു അവസരമായിട്ടാണ് ഞങ്ങൾ ആ ടീച്ചറിനെ കണ്ടത്. ഒന്നാമത്തെ കാര്യം, ജോജു എന്ന് പറയുന്ന വ്യക്തിയെ എനിക്ക് ഒരുപാട് വർഷങ്ങളായിട്ട് അറിയാം. എൻ്റെ വാസ്തവം എന്ന സിനിമയിൽ ജോജു അഭിനയിച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ വർക്ക് ചെയ്ത രഞ്ജിയുടെ സിനിമകളിൽ ഞാൻ വർക്ക് ചെയ്തപ്പോൾ ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ജോജുവിൻ്റെ പടിപടിയായിട്ടുള്ള വളർച്ച, ഇപ്പോൾ രാജാതിരാജ എന്ന സിനിമയിൽ അയ്യപ്പൻ എന്ന കഥാപാത്രം, അതിനുശേഷം രാമൻ്റെ ഏതൻതോട്ടം, അതുപോലെ ജോജു ചെയ്ത എല്ലാ സിനിമകളും ഞാൻ വാച്ച് ചെയ്തിട്ടുണ്ട്. ജോജുവിൻ്റെ വളർച്ച എനിക്ക് വ്യക്തമായിട്ട് അറിയാം. പുള്ളിപ്പുലികളും മാട്ടിൻകുട്ടിയും എന്ന സിനിമയിലെ ഒരു കഥാപാത്രത്തിലൂടെ ജോജു കുറച്ചുകൂടെ ശ്രദ്ധിക്കപ്പെട്ടത്. അങ്ങനെ ജോജു എന്ന നടനിൽ ഒരു വലിയ കലാകാരൻ ഒളിച്ചിരിപ്പുണ്ട് എന്ന് എനിക്ക് വ്യക്തമായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾക്ക് അത് അത്തരം ക്യാരക്ടേഴ്സ് കൊടുക്കാനുള്ള അവസരങ്ങളില്ല. ഈ കഥ ഷാഹി എന്നോട് പറയുമ്പോൾ, കഥ ഈ പറഞ്ഞ പോലെ ഷാഹി സ്ക്രിപ്റ്റ് കൊണ്ട് തന്നു. ഞാൻ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് അത് വായിക്കുന്നത്. വായിച്ചു കഴിഞ്ഞപ്പോൾ, സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ കയറി വന്ന ഒരു രൂപം സത്യമായും ജോജുവിൻ്റേതായിരുന്നു. അങ്ങനെ സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞ് ഞാൻ ഷാഹിയെ വിളിച്ചു വരുത്തി. പക്ഷേ ജോജുവിൻ്റെ ഒരു മാർക്കറ്റിംഗ് കൂടെ നമ്മൾ നോക്കണം, ബിസിനസ്സും കൂടെ നോക്കണമെന്നുണ്ട്. ഞാൻ ഷാഹിയോട് ഞാൻ സംസാരിച്ചു, നമുക്കിത് ചെയ്യാൻ പറ്റുന്ന ആളാരായിരിക്കും? ഒരു ബിജു മേനോൻ അല്ലെങ്കിൽ ജയറാം, അങ്ങനെ എന്ത് വേണം പപ്പേട്ടൻ പറയും എന്ന് പറഞ്ഞു ഷാഹി. അപ്പോൾ ഞാൻ പറഞ്ഞു, സത്യത്തിൽ ഇവരൊന്നും അല്ല ചെയ്യേണ്ട ഒരാളുണ്ട്. ആരാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ജോജു. ഇത് ചെയ്യേണ്ടത് ജോജുവാണ് ക്യാരക്ടർ. അപ്പോൾ ഷാഹിനോട് പറഞ്ഞു, ജോജുവിന് ഈ കഥ അറിയാം, ജോജു നേരത്തെ വായിച്ചിട്ടുള്ള സ്ക്രിപ്റ്റാണ്, ജോജു ഇൻവോൾവ് ചെയ്തിട്ടുള്ള സ്ക്രിപ്റ്റാണ്, പിന്നെ എന്തോ ഒരു കാരണത്താൽ നടക്കാതെ പോയതാണ്. അപ്പോഴാണ് ഞാൻ അറിയുന്നത്. ഞാനവിടെ ജോജുവിനെ വിളിക്കുന്നു. ജോജു ഇങ്ങനെ എൻ്റെ അടുത്തൊരു കഥയുണ്ട്, അതിൽ നായകനായിട്ട് ചെയ്യാമോ? എന്താണ് കഥ എന്ന് ചോദിച്ചു. പപ്പടം പറഞ്ഞാൽ ഞാൻ ചെയ്യാം, കഥ എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതുപോലെ ഒരു റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കഥയാണ്. ഷാഹിയാണോ കൊണ്ടുവന്നതെന്ന് ചോദിച്ചു. അതായത് ജോജു പ്രിപ്പയർഡാണ്, ഇതൊരു നിമിത്തമാണ്. ഞാൻ സത്യം പറഞ്ഞാൽ അത് ഏതാണ്ട് ഒരു വർഷങ്ങൾക്കൊക്കെ മുമ്പ് ഷാഹി സ്ക്രിപ്റ്റ് എഴുതി, ജോജു ഉണ്ടായിരുന്നു, ജോജു വായിച്ചു. പിന്നെ അത് എന്തോ കാരണത്താൽ നടക്കാതെ പോയി. പിന്നെ അത് കറങ്ങി തിരിഞ്ഞ് എൻ്റെ അടുത്ത് വന്നു. ഞാൻ ജോജുവിനെ വിളിച്ചു എന്ന് പറഞ്ഞ പോലെ ഇത് സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ, ഈ കഥാപാത്രത്തെ മനസ്സിൽ ഉൾക്കൊണ്ടപ്പോൾ ആദ്യം എൻ്റെ മനസ്സിൽ വന്ന രൂപം ജോജുവിൻ്റേതാണ്. തീർച്ചയായും ജോജു തന്നെയാണ് ചെയ്യേണ്ടതെന്ന് ഈ സിനിമ നമുക്ക് വ്യക്തമാക്കി തരികയാണ്. തീർച്ചയായും അതിനകത്ത് എന്നെ സഹായിച്ച 2-3 ഘടകങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, ജോജു നേരത്തെ ഈ സ്ക്രിപ്റ്റ് വായിച്ചാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ തൊട്ട് ജോജുവിൻ്റെ മനസ്സിൽ ഈ ഒരു മേക്ക് ഓവർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജോജിയോട് സംസാരിച്ചപ്പോൾ ഞാൻ ഏതാണ്ട് ഈ തരത്തിലുള്ളൊരു മേക്ക് ഓവർ പറഞ്ഞു. ജോജു പറഞ്ഞു, എൻ്റെ മനസ്സിൽ അതാണ്, ഞാനൊരു മേക്ക് ഓവർ ചെയ്ത് പപ്പേട്ടനെ കാണിക്കാം, അത് എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ റോഷനെ വിളിച്ചു. റോഷനാണ് നമ്മുടെ മേക്കപ്പ് മാൻ. റോഷൻ മലയാളത്തിലെ ഏറ്റവും മികച്ച, നമുക്ക് കിട്ടാവുന്ന ഏറ്റവും മികച്ച മേക്കപ്പ് മാനിൽ ഒരാളാണ്. റോഷനും ജോജുവും കൂടെ ഒരു മേക്ക് ഓവർ ഉണ്ടാക്കിയിട്ട് എനിക്ക് കാണിച്ചു തന്നു. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്, എങ്ങനെയുണ്ട്? 100% ഓക്കെ, പക്ക. അതായത് രണ്ടുപേരുടെയും ടേസ്റ്റ് ഒന്നായിരുന്നു, രണ്ടുപേരും ഒരേ രീതിയിൽ ചിന്തിച്ചു. അതിന് റോഷൻ്റെ നല്ല സഹായം, ഹെൽപ്പിംഗ് ഹാൻഡ് അതിനകത്തുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായതാണ് ഈ മേക്ക് ഓവർ. എനിക്ക് തോന്നുന്നു ജോജു ഒരുപാട് നിരീക്ഷണങ്ങളുള്ള ഒരാളാണ്, ഒരുപാട് ഒബ്സർവ് ചെയ്യുന്ന ഒരാളാണ്. പല ആളുകളെയും, സിനിമ നടന്മാരെ മാത്രമല്ല, അല്ല സാധാരണ ആളുകൾ എങ്ങനെ നടക്കുന്നു, എങ്ങനെ ചിന്തിക്കുന്നു, എങ്ങനെ അവർ ബിഹേവ് ചെയ്യുന്നു, എങ്ങനെ മൂവ് ചെയ്യുന്നു, ഇതെല്ലാം ശ്രദ്ധിച്ച് പഠിക്കുന്ന ഒരാളാണ് ജോജു. ജോജു പറഞ്ഞിട്ടുണ്ട്, ജോജുവിൻ്റെ ഫാദറിൻ്റെ ഒരു നടത്തവും പുള്ളിയുടെ ഒരു മൂവ്മെൻറ്റ്സാണ് ജോജു ഇതിനകത്ത് അഡോപ്റ്റ് ചെയ്തത്. അതുപോലെ ജോജു പല ആൾക്കാരെയും ജോജു മനസ്സിൽ കണ്ടിട്ടുണ്ടാവും. എനിക്ക് അതിൽ നിന്ന് അങ്ങനെ പല ആളുകളിൽ നിന്നും കൂട്ടിച്ചേർത്തുണ്ടാക്കിയ ഇതായിരിക്കാം ജോജുവിനകത്ത് അവതരിപ്പിച്ചത്. ഞങ്ങൾ ഈ സിനിമ കഴിയുമ്പോൾ ഇതിൻ്റെ റോളിംഗ് ടൈറ്റിലിൻ്റെ കൂടെ ഒരു പേപ്പർ കട്ടിങ്സ് അതിൻ്റെ കൂടെ റോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വ്യക്തമായിട്ട് നമുക്കത് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് വളരെ സൂക്ഷിച്ച് നോക്കിയാൽ തന്നെ കാണാൻ പറ്റുള്ളൂ. അത് പാലക്കാട്ട് ഒരു 6 മാസം മുമ്പ് നടന്ന ഒരു
വിഷയമുണ്ടായിരുന്നു. പാലക്കാട്ടിൽ നിന്നും ഈ ഒരു ചെണ്ട ട്രിപ്പായിട്ട് മറ്റേ ശിങ്കാരി മേളമായിട്ട് പോയ സേലത്തട്ട് പോയ ഒരു വണ്ടി ആക്സിഡൻ്റ് ആവുകയും അതിൽ 2-3 പേരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യും. അവർക്ക് ഹോസ്പിറ്റൽ പൈസ അടയ്ക്കാൻ നിവൃത്തിയില്ലാതെ അവസാനം വീട്ടുകാരെ കൊണ്ട് ബോഡി എടുക്കാൻ വേണ്ടി തിരിച്ചു പോയപ്പോൾ അവർ പറഞ്ഞു ബോഡി പൈസയ്ക്ക് വരെ ഞങ്ങളവരുടെ ഓർഗൻസ് എടുത്തിട്ടുണ്ട് എന്ന് പറയും. ഒരു ഓർഗനായിട്ട് എടുത്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അതും ഇവരുടെ പെർമിഷൻ ഇല്ലാതെ വീട്ടുകാരുടെയും ആരുടെയും കൺസെൻറ്റ് ഇല്ലാതെയാണ് ഇവരെടുക്കുന്നത്. തിരിച്ച് ഇവിടെ നാട്ടിൽ കൊണ്ടുവന്ന് പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ ഒരു ഓർഗൻ ബോഡിയിലില്ലായിരുന്നു. അത്തരം ഹീനമായ ഒരു കാര്യം നടന്ന കാര്യം നമ്മുടെ പത്രങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ എന്താണെന്ന് അറിയില്ല. അതും അതിനപ്പോഴും ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ ഇത്തരമൊരു സിനിമയ്ക്ക് വളരെയധികം കാലികമായ പ്രസക്തി ഉണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അത് ഒരുപക്ഷെ ഞങ്ങളിതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം സത്യമാണെന്നില്ല. എല്ലാ ഹോസ്പിറ്റലുകളും അങ്ങനെ നടക്കുമെന്നല്ല, പല ഹോസ്പിറ്റലുകളിലും നടക്കുന്ന കാര്യങ്ങളാണ് ഞങ്ങൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ചിലപ്പോൾ ഇതും ഇതിനപ്പുറവും നടക്കുന്നുണ്ടാവും. എങ്കിലും ഇത് 100% ഒരു സാങ്കല്പികമായ കഥ മാത്രമാണ്. പക്ഷേ തീർച്ചയായും ഒരു കാലിക പ്രസക്തിയുള്ള ഒരു വിഷയം തന്നെയാണ് ഞങ്ങൾ ഈ ജോസഫിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പുറകെ ഒരു അന്വേഷണം പോകുമെന്നോ അല്ലെങ്കിൽ ഇതെല്ലാം ശുദ്ധീകരിച്ചെടുക്കാമെന്നോ ഉള്ള വിശ്വാസമൊന്നും എനിക്കില്ല. പക്ഷേ ആരുടെയെങ്കിലും മനസ്സിൽ ഇത് മനസ്സിൽ തട്ടി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ, ഇതൊന്ന് അന്വേഷിക്കണമായിരുന്നു എന്നെങ്കിലും തോന്നിയാൽ ഞങ്ങൾ വിജയിച്ചു. അത്രേ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുള്ളൂ. പിന്നെ വേറൊരു കാര്യം എനിക്ക് തോന്നുന്നത് കേരളത്തിൽ മാത്രമായിരിക്കില്ല, മറ്റ് പല സ്ഥലങ്ങളിലും ഇത് നടക്കുന്നുണ്ടാവണം. പക്ഷേ കേരളത്തിൽ മാധ്യമങ്ങൾ കുറേ കൂടെ ജാഗരൂകരായതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ പലതും പുറത്ത് വരുന്നുണ്ട്. മറ്റ് പല സ്ഥലങ്ങളിലും ആളുകൾ ഒരുതരം അടിമത്തത്തോടെയാണ് ജീവിക്കുന്നത്. കേരളത്തിൽ കുറച്ചുകൂടെ സ്വാതന്ത്ര്യമുണ്ട് ചിന്തിക്കാനും പ്രവർത്തിക്കാനും സംസാരിക്കാനും ഒക്കെ. പുറത്തതില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ ഈ നേരത്തെ പറഞ്ഞ കാര്യം, സേലത്ത് ഹോസ്പിറ്റലാണ് ഈ കാര്യം നടന്നത്, തമിഴ്നാട്ടിലാണ്. അവിടെ ഇത്തരം സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടേ ഇല്ല ഇതിനു മുമ്പ്. അപ്പോൾ ഇത് ആദ്യമായിട്ട് ചെയ്യുന്നതായിരിക്കില്ല, ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ടാവും. അപ്പോൾ അതൊന്നും പുറത്ത് വരാത്തത് അവിടുത്തെ ജനങ്ങളുടെ ഒരു സ്വാതന്ത്ര്യക്കുറവുണ്ടോ അല്ലെങ്കിൽ അവർക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടോ. അതേസമയം കേരളത്തിലെ ആളുകൾ കുറേ കൂടെ ജാഗ്രത കാര്യത്തിൽ പാലിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് മീഡിയ. എന്നുകൊണ്ടാണ് കേരളത്തിൽ ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരുന്നത്. എനിക്ക് തോന്നുന്നു അവിടെ നടക്കുന്നുണ്ടാവണം, പക്ഷേ കേരളത്തിൽ അത് പുറത്ത് അറിയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതായത് ഒരു സംവിധായകൻ എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഞാനൊരു പ്രേക്ഷകനായിട്ടാണ് എൻ്റെ സിനിമയെ ഞാൻ കാണാറുള്ളത്. എനിക്ക് എല്ലാത്തരം സിനിമകളും ഇഷ്ടമാണ്. ഇത്തരം സിനിമകളെല്ലാം ഞാൻ കാണാറുണ്ട്, ആസ്വദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സിനിമകൾ എനിക്ക് ചെയ്യാനും പറ്റണമല്ലോ. അങ്ങനെയാണ് ഞങ്ങൾ ഈ പല സിനിമകളും ഉണ്ടാകുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരേ ജോണറിൽ തന്നെ ഒതുങ്ങി നിൽക്കണം എന്ന് ഒരിക്കലും ഞാൻ വിശ്വസിക്കാറില്ല. അത് മാത്രമല്ല, അങ്ങനെ നിൽക്കരുത് എന്നുള്ള പ്രത്യേക ഉദ്ദേശത്തോടു കൂടി ഞാൻ സിനിമകൾ തിരഞ്ഞെടുക്കാറുണ്ട്. ഇപ്പോൾ ഒരിക്കലും ജോസഫ് പോലെ ഒരു സിനിമ അടുത്ത് ചെയ്യുന്ന സിനിമ ജോസഫ് പോലെ ആയിരിക്കരുത്, ഈ ജോണറിൽപ്പെടുന്ന ആവരുത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ചെയ്ത സിനിമ തന്നെ അതിൻ്റെ കോപ്പിയൊക്കെ കാണുമ്പോൾ ഞാൻ ടെക്നിക്കൽ സൈഡ് ശ്രദ്ധിക്കാറില്ല. അതെൻ്റെ കൂടെ ഇരിക്കുന്നവരാണ് ഇങ്ങനെ അതിനകത്ത് ഇന്ന പ്രശ്നമുണ്ട്, കണ്ടൻറ്റ് പ്രശ്നമുണ്ട് എന്നൊക്കെ പറയാറുള്ളത്. ഞാൻ കാണുമ്പോൾ പോലെ അതൊരു പ്രേക്ഷകനായിട്ട് സിനിമ മാത്രമായിട്ട് കാണാനാണ് ഞാൻ ശ്രമിക്കാറില്ല എപ്പോഴും. അതുകൊണ്ട് തന്നെ ആയിരിക്കും എനിക്ക് തോന്നുന്നത് അത്രയും ഈ പല ജോണറുകളിൽ എനിക്ക് സിനിമ എടുക്കാൻ കഴിയുന്നതും അങ്ങനെ ഒരു പ്രേക്ഷകനായിട്ട് സിനിമയെ സമീപിക്കാൻ പറ്റുന്നതുകൊണ്ടായിരിക്കണം. സ്ക്രിപ്റ്റിന് എൻ്റെ അടുത്ത് കൊണ്ടുവരുമ്പോൾ ഒരു പേരുണ്ടായിരുന്നില്ല. പേരെന്താണെന്ന് നമ്മൾ ആലോചിച്ചിരുന്നില്ല. ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചു, പേരാലോചിച്ചില്ല. അപ്പോൾ ജോജു സംസാരിച്ചു, ജോജുവിനെ കണ്ടു. പറഞ്ഞപ്പോൾ ജോജു ആണ് പറയുന്നത്, ഈ ചിത്രത്തിന് പറ്റിയ പേര് ജോസഫ് അല്ലേ എന്ന് ചോദിച്ചു. എനിക്ക് തിരിച്ചൊന്നും പറയാനില്ലായിരുന്നു. ഞാൻ പറഞ്ഞു കൃത്യമാണ്. കാര്യം ജോസഫിൻ്റെ കഥയാണ് നമ്മൾ പറയുന്നത്. ഒരു ത്രില്ലർ സിനിമ അല്ലെങ്കിൽ ഒരു കുടുംബ ചിത്രം എന്നെല്ലാം വിട്ടിട്ട് ജോസഫിൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന ഒരു റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ഒരു സിനിമയാണ്. അതിനകത്ത് ഫാമിലിയുണ്ട്, പ്രശ്നങ്ങളുണ്ട്, അയാളുടെ വ്യക്തിപരമായ പ്രശ്നങ്ങളുണ്ട്, കുറ്റാന്വേഷണമുണ്ട്, എല്ലാം അതിനകത്തുണ്ട്. പക്ഷേ വ്യക്തമായും അയാളുടെ മാത്രം ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ഒരു വിഷയമാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഈ സിനിമയ്ക്ക് പറ്റിയ പേര് ജോസഫ് എന്ന് തന്നെയാണ് എന്ന് ജോജു പറഞ്ഞപ്പോൾ ഞാൻ അംഗീകരിച്ചു. സിനിമയ്ക്ക് വേണ്ടി ഞാൻ പ്രത്യേകിച്ച് റിസർച്ച് ചെയ്തിട്ടില്ല. കാര്യം എന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം ഇത് കുറ്റാന്വേഷണ സിനിമയാണ്, ഒരു പോലീസ് പശ്ചാത്തലമുണ്ട്. ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ചിത്രീകരിക്കാൻ എനിക്ക് റിസർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അറിയാം. പോലീസിൻ്റെ കാര്യത്തിൽ ഷാഹി നമ്മളുടെ കൂടെ ഉണ്ട്. ഷാഹിയാണ് എൻ്റെ റൈറ്റർ. ഷാഹി എന്ന് പറയുന്ന പോലീസുകാരനാണ്. അപ്പോൾ എങ്ങനെയായിരിക്കണം ഒരു പോലീസുകാരൻ പ്രവർത്തിക്കേണ്ടത്, അല്ലെങ്കിൽ അയാളുടെ ബിഹേവിയർ എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഷാഹിയുടെ അടുത്ത് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്ന ഒരു ഒറിജിനൽ പോലീസ് സ്റ്റേഷൻ ഉണ്ട്, മുട്ടം പോലീസ് സ്റ്റേഷൻ നമ്മൾ ഷൂട്ട് ചെയ്തു. മുട്ടം പോലീസ് സ്റ്റേഷൻ അതിനകത്തുള്ള റിയലിസ്റ്റിക് ആയിട്ടാണ് നമുക്ക് ചെയ്യാൻ സാധിച്ചത്. എനിക്ക് ഒരു പക്ഷേ ഷാഹി ആയതുകൊണ്ടാണ്, ഷാഹിയുടെ ഒരു ഇൻഫ്ലുവൻസ് വെച്ചിട്ടാണ് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയത്. അത്തരം കാര്യങ്ങൾ സിനിമയ്ക്ക് വളരെയധികം ഗുണം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ എനിക്ക് പ്രത്യേകിച്ചൊരു റിസർച്ചിൻ്റെ ആവശ്യം ഉണ്ടായിട്ടില്ല. ചില സിനിമകളിൽ നമ്മുടെ എല്ലാവരും ഒരു ടീം വർക്കാണ്. സിനിമ എന്ന് വെച്ചാൽ ഒരു കൂട്ടായ വർക്കാണ്. ഒരു സംവിധായകൻ അല്ലെങ്കിൽ ഒരു നിർമ്മാതാവ് അല്ലെങ്കിൽ നടൻ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ ഒരിക്കലും ഒരു നല്ല സിനിമ ഉണ്ടാക്കാൻ പറ്റില്ല. അതിന് എല്ലാ രംഗത്തുള്ള ആളുകളും അതിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം. ഈ സിനിമയ്ക്ക് എനിക്ക് ലഭിച്ചൊരു വലിയ ഭാഗ്യം എന്ന് പറയുന്നത്, ഇതിനകത്ത് ടെക്നിക്കൽ സൈഡ് എല്ലാവരും എൻ്റെ കൂടെ 100% ഒരു മനസ്സോടെ എൻ്റെ കൂടെ നിന്നു. അതിന് പറ്റിയ ഈ സിനിമയ്ക്കകത്ത് ഒരു സിനിമ നന്നായാൽ അതിൻ്റെ എല്ലാ ഭാഗവും നന്നാവും എന്ന് പറയുന്ന പോലെ ഇതിനകത്ത് ഷാഹി, തിരക്കഥാകൃത്ത് ഷാഹിയുടെ ഒരു കോൺട്രിബ്യൂഷൻ വളരെ വലുതാണ്. പിന്നെ മനേഷ് മാധവൻ എന്ന് പറയുന്നതിൻ്റെ സിനിമാറ്റോഗ്രാഫർ, അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ സിനിമയാണ് ഏതൻ എന്ന് പറയുന്ന കഴിഞ്ഞ വർഷത്തെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ
സിനിമയുടെ ഛായാഗ്രഹനാണ്. പുള്ളിക്ക് സ്റ്റേറ്റ് അവാർഡ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ വളരെയധികം വലുതാണ് സിനിമയ്ക്കത്. കാരണം ഇതിൻ്റെ ഒരു ടോൺ നിശ്ചയിക്കുന്നതിൽ ഞാൻ മനീഷുമായിട്ട് സംസാരിച്ചു. മനീഷിൻ്റെ മനസ്സിലുണ്ടായിരുന്നത് അത് തന്നെയായിരുന്നു. ഞാൻ മനസ്സിലുദ്ദേശിച്ച ഒരു ടോൺ 100% സിനിമയിൽ ഉണ്ടാക്കാൻ മനീഷിന് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ജ്യോതിഷ്, ആർട്ട് ഡയറക്ടർ ജ്യോതിഷ്. അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം റോഷൻ്റെ കാര്യമാണ്. റോഷൻ്റെ മേക്കപ്പാണ് ഈ സിനിമ ഒരുപാട് വളരെ അധികം സഹായിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഷെഫിയുടെ കോസ്റ്റ്യൂം ഡിസൈൻ, രഞ്ജൻ്റെ മ്യൂസിക്. രഞ്ജനാണ് 4 പാട്ടുകൾ ചെയ്തത്, 5 പാട്ടുകളുണ്ട്. രഞ്ജൻ്റെ എനിക്ക് തോന്നുന്നു രഞ്ജൻ്റെ രണ്ടാമത്തെ ആദ്യത്തെ സിനിമ എന്ന് തന്നെ പറയാം. നിത്യഹീര നായകൻ രഞ്ജനാണ് ചെയ്തത്. എങ്കിൽ പോലും രഞ്ജൻ്റെ ജീവിതത്തിൽ എടുത്തു പറയാവുന്ന 5 പാട്ടുകൾ തന്നെയാണ് നമ്മുടെ സിനിമയിലുള്ളത്. പിന്നെ ഏറ്റവും അധികം ഞാൻ കടപ്പെട്ടിരിക്കുന്ന വേറൊരാൾ അനിൽ ജോൺസൺ എന്ന് പറയുന്നതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്ത അദ്ദേഹത്തോടാണ്. അത് ഈ പല ആൾക്കാരും സിനിമയെക്കുറിച്ച് വ്യക്തമായി ബോധമില്ലാത്ത അല്ലെങ്കിൽ ഇതിൻ്റെ ടെക്നിക്കൽ സൈഡിനെ കുറിച്ച് അറിവില്ലാത്ത കുറേ ആൾക്കാർ എന്നെ വിളിച്ച് പറയും ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിനെ കുറിച്ചാണ്. സിനിമ സെക്കൻഡ് ഹാഫ് തീർച്ചയായും സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു സേവനം ഞാൻ പ്രത്യേകം എടുത്ത് പറയണം. അതുപോലെ എൻ്റെ കൂടെ ജോലി ചെയ്ത പത്മകുമാറായാലും വിനയനായാലും ഉല്ലാസായാലും എൻ്റെ കൂടെ ജോലി ചെയ്ത എല്ലാവരും 100% അവരുടെ കോൺട്രിബ്യൂഷൻ ഉണ്ടായതുകൊണ്ടാണ് എനിക്ക് ഇത്തരം ഒരു സിനിമ ഉണ്ടാക്കാൻ സാധിച്ചതെന്ന് ഞാൻ അഭിമാനത്തോടെ പറയും. ഞാൻ ഈ ടെക്നീഷ്യൻസിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് ഇതിലെ അഭിനേതാക്കളുടെ കാര്യം. നമ്മൾ ചൂസ് ചെയ്തിട്ടാണ്. ഞങ്ങളിത് സംസാരിച്ചിട്ട് ഞാൻ ഉണ്ടായിരുന്നു, ജോജി ഉണ്ടായിരുന്നു, ഷാഹി ഉണ്ടായിരുന്നു, ഞങ്ങളുടെ ടീം എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും കൂടെ ഇരുന്നിട്ടാണ് നമ്മൾ ഓരോ കാസ്റ്റിംഗ് നടത്തിയത്. നമുക്ക് മനസ്സിലാദ്യം ഉണ്ടായിരുന്നൊരു കാര്യം ഒരു ഡിഫറൻറ്റ് കാസ്റ്റിംഗ് ആയിരിക്കണം. അതായത് നമ്മൾ സാധാരണ യൂഷ്വലി കാണുന്ന ഒരു ഇതുണ്ടാവരുത് എന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ ജോജിൻ്റെ കൂടെയുള്ള ആളുകളെ തീരുമാനിക്കുമ്പോൾ തന്നെ നമ്മൾ അത്തരത്തിൽ ഇപ്പോൾ ജെയിംസ് സത്യം പറഞ്ഞാൽ ജെയിംസ് മുമ്പ് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും ജെയിംസ് താരതമ്യേന പുതുമുഖമാണ്. അപ്പോൾ ജെയിംസിന് അങ്ങനെ ഒരു കാസ്റ്റ് ചെയ്യാൻ സാധിച്ചത് നമുക്ക് കിട്ടിയൊരു വലിയ ഭാഗ്യമാണ്. കൃത്യമായിരുന്നത്. അതുപോലെ തന്നെ ഇഷാർ, സുധി കോപ്പ, കിജൻ എന്ന് പറയുന്നത് ഇവരാണ് ജോജിൻ്റെ കൂടെയുള്ള ആളുകൾ. അത് വളരെ 100% അത് ആ കാസ്റ്റിംഗ് കൃത്യമായിരുന്നു. അതുപോലെ തന്നെ ഇതിലെ 2 നായകന്മാർ രണ്ടുപേരും താരതമ്യേന പുതുമുഖങ്ങളാണ്. 2 പേരും സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും താരതമ്യേന പുതുമുഖങ്ങളാണ്. കൃത്യമായൊരു കാസ്റ്റിംഗ് അക്കാര്യത്തിൽ മറ്റേ ജോസഫിൻ്റെ ഭാര്യയുടെ ക്യാരക്ടർ ചെയ്ത ആത്മീയായാലും പഴയ കാമയുടെ ക്യാരക്ടർ ചെയ്ത മാധുരി ആയാലും വളരെ കൃത്യമായ കാസ്റ്റിംഗ് ആയിരുന്നു. അത് സിനിമയ്ക്ക് കിട്ടിയ ഒരു വലിയ ഭാഗ്യമാണ്. കൂടുതൽ ബിസിനസ് സാധ്യതകൾ സിനിമയ്ക്ക് വന്നതുകൊണ്ട് ഏറ്റവും നഷ്ടമുണ്ടായ ഒരു ഭാഷ മലയാള സിനിമയാണ്. കാരണം ഇപ്പോൾ മറ്റ് ഭാഷയുള്ള സിനിമകൾ ഇവിടെ ആളുകൾ ഇഷ്ടപ്പെടുന്ന പോലെ അല്ലെങ്കിൽ കാണുന്ന പോലെ നമുക്ക് നമ്മുടെ സിനിമകൾ മറ്റ് സ്റ്റേറ്റുകൾ കൊണ്ടുപോയി കാണിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഒരു മലയാള സിനിമ തമിഴ്നാട്ടിലോ ബാംഗ്ലൂരിലോ ബോംബെയിലോ പ്രദർശിപ്പിച്ചാൽ ഒരു 2 ഷോ, ഡെയിലി 1 ഷോ അല്ലെങ്കിൽ ആഴ്ചയിൽ 2 ഷോ, ഇങ്ങനെയാണ് സിനിമ നമുക്ക് അവിടെ കാണിക്കാൻ കഴിയുന്നത്. ഇവിടെ അതല്ല. ഇവിടെ ഇപ്പോൾ നമ്മൾ 100% ആത്മാർത്ഥതയോടെ മറ്റ് ഭാഷാ ചിത്രങ്ങളെ നല്ല സിനിമകളെ നമ്മൾ ഏറ്റെടുക്കുന്നു എന്ന് പറയുന്നത് നമ്മളുടെ ഒരു വലിപ്പമാണ്, മലയാളികളുടെ ഒരു വലിപ്പമാണ്. പക്ഷേ ഇത് നമുക്ക് തിരിച്ചിങ്ങോട്ട് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒരുപാട് പരിമിതികളുണ്ട്, നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പം 96 പോലെ ഒരു സിനിമ തമിഴ്നാട്ടിലെടുത്ത് അവിടെ ഹിറ്റായി കേരളത്തിൽ കൊണ്ടുവന്ന് കേരളീകൾ 100% സന്തോഷത്തോടെ സിനിമയെ സ്വീകരിച്ചു. അതുപോലൊരു സിനിമ മലയാളത്തിലെടുത്താൽ കേരളത്തിൽ മാത്രമേ നമുക്കത് കാണാൻ പറ്റൂ. പുറത്ത് ആളുകൾ അങ്ങനെ ഏറ്റെടുക്കണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് പരിമിതികൾ നമുക്കുണ്ട്. മലയാളത്തിൽ എനിക്ക് തോന്നുന്നത് നല്ല സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്ന, പുതുമ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് നല്ല സംവിധായകർ നമുക്കുണ്ട്. പക്ഷേ എല്ലാവരും ഈ പരിമിതിയുടെ തടവറയ്ക്കുള്ളിലാണ്. അതുകൊണ്ടാണ് പുറത്തു വരാൻ പറ്റാത്തത്. മലയാളികൾ കയറുന്നില്ല എന്ന് പറയുന്നില്ല. ഇപ്പോൾ ജോസഫ് തന്നെ ഒരു ഉദാഹരണം. ജോസഫിനെ ആളുകൾ 100% ആത്മാർത്ഥമായി ഏറ്റെടുക്കുന്നുണ്ട്. ഒരുപാട് കോൾസ് എനിക്ക് കിട്ടുന്നുണ്ട്, ഒരുപാട് നല്ല റിവ്യൂസ് വരുന്നുണ്ട്. അതുകൊണ്ട് മലയാളികൾ അത് ഏറ്റെടുക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായും നല്ല സിനിമകൾ ഏറ്റെടുക്കാൻ അവർ മടി കാണിക്കാറില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മൾക്ക് ഇപ്പോൾ ഈ ജോസഫ് എന്ന സിനിമ തന്നെ നമ്മൾ ഒരുപാട് കടമ്പകൾ കടന്നിട്ടാണ് നമ്മൾ ഇവിടെ എത്തിച്ചത്. കാര്യം വെച്ചാൽ നിർമ്മാണ സമയത്തുണ്ടായിരുന്നു, അല്ലാത്ത സമയത്ത് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അവസാനം ജോജി തന്നെ ആ സിനിമ ഏറ്റെടുത്ത് അദ്ദേഹം തന്നെ പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ് സിനിമ ഇവിടെ എത്തിച്ചത്. എല്ലാ സിനിമകളും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ ഒരു പുതിയ നായകനെ വെച്ച് നമ്മളൊരു എത്ര നല്ല സിനിമ ആലോചിച്ചാലും അതിനകത്ത് ഒരുപാട് പരിമിതികളുണ്ട്. നമ്മുടെ ഈ സോ കോൾഡ് ബിസിനസ് മേഖലകൾ നമുക്ക് ഒരിക്കലും സപ്പോർട്ടീവ് ഒന്നും ചെയ്യാറില്ല. അവർക്ക് ഈ പറഞ്ഞ പോലെ ബിസിനസ് മാത്രമായിട്ട് കാണുന്ന ആളുകളാണ് അതിൽ ഭൂരിപക്ഷവും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പരിമിതികൾക്കകത്തുനിന്നുകൊണ്ടാണ് നമ്മൾ നല്ല സിനിമ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അത് ജോസഫിനെ പോലെ ഇനിയും നല്ല സിനിമകൾ ഉണ്ടാവാൻ ആളുകൾക്ക് അതിലേക്കുള്ളൊരു ശ്രദ്ധ തിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവർക്ക് അതിന് കുറേ കൂടെ കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടി ജോസഫ് ഉപകരിക്കട്ടെ എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന. സിനിമ ഒരു പാഷനായിട്ട് കൊണ്ട് നടക്കുന്നവർക്ക് തീർച്ചയായും സിനിമ ഇവിടെ ഉണ്ടാവും. സിനിമ അവർ ഇനിയും സിനിമകൾ ചെയ്യും, അവർ സിനിമയിൽ ഉറച്ചു നിൽക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പക്ഷേ പാഷൻ്റെ അപ്പുറം ഒരു ഗ്ലാമർ, സിനിമയ്ക്കൊരു വല്ലാത്ത ഗ്ലാമറുണ്ട്. ഗ്ലാമർ കണ്ട് പുറകെ വരുന്ന ഒരുപാട് പേരുണ്ട്. അത് അഭിനയ രംഗത്തായാലും ടെക്നിക്കൽ സൈഡിലായാലും ഉണ്ട്. അവർക്കാണ് ഒരു സിനിമ കഴിയുമ്പോൾ അതിനോടുള്ള ആവേശം നഷ്ടപ്പെട്ടു പോവുകയും അടുത്ത സിനിമയ്ക്ക് വേണ്ടി നല്ല കിട്ടിയാൽ ചെയ്യാം, ഇല്ലെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞ് മാറി വേറെ പ്രൊഫഷൻ അന്വേഷിച്ച് പോകുന്ന ആൾക്കാരുണ്ട്. സിനിമയോട് നമ്മുടെ ഒരു പാഷൻ ഉണ്ടെങ്കിൽ, സിനിമ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായും അവർ സിനിമ വിട്ടു പോകാൻ സാധ്യതയില്ല. നല്ല സിനിമകളുമായി അവർ തിരിച്ചു വരും. ആദ്യത്തെ സിനിമ മോശമായാലും നല്ലതായാലും അവർ തീർച്ചയായും തിരിച്ചു വരിക തന്നെ ചെയ്യും.
സിനിമയോടൊരു പാഷനാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എനിക്കൊന്ന് കഥാദാരിദ്ര്യമില്ല, കഥയ്ക്കല്ല, തിരക്കഥയ്ക്കാണ് ദാരിദ്ര്യം. നല്ല തിരക്കഥകൾ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് സത്യം. കാര്യം കഥ നമുക്ക് ചുറ്റുമുണ്ട്. കഥ ഉണ്ടാവാൻ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 96 എന്ന സിനിമ ഒരു ഉദാഹരണമായിട്ട് എടുക്കാം. അതിനകത്ത് പ്രത്യേകിച്ച് കഥയല്ല, എൻ്റെ തിരക്കഥയാണ് എൻ്റെ നട്ടെല്ലെന്ന് പറയുന്നത്. അത്തരം തിരക്കഥ ഉണ്ടാക്കാൻ കഴിവുള്ള പ്രതിഭകളാണ് നമുക്ക് ആവശ്യം. കഥകൾ ഉണ്ടാക്കാൻ നമ്മളൊരു കഥ 10 മിനിറ്റിൽ പറയുന്ന ഒരു കഥ 2 മണിക്കൂർ നീളമുള്ള ഒരു സ്ക്രിപ്റ്റാക്കി കഴിയുമ്പോൾ നമുക്ക് ഈ 10 മിനിറ്റിൽ നമ്മൾ കേട്ട അതേ ആവേശം നമുക്ക് 2 മണിക്കൂർ നിലനിർത്താൻ കഴിയുക എന്നുള്ളതാണ് ഒരു സ്ക്രിപ്റ്റിൻ്റെ മിടുക്ക്. അത്തരം മിടുക്കന്മാരായ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ഉണ്ടാകുന്നില്ല എന്ന് തന്നെയാണ് നമ്മളുടെ ഏറ്റവും വലിയ പ്രശ്നം. ലോകത്ത് എല്ലാ സിനിമയും അറിയപ്പെടുന്നത് മിക്കവാറും വളരെ കുറച്ച് സംവിധായകരെ നമുക്കറിയാവുള്ളൂ. അറിയുന്നത് മുഴുവൻ ആക്ടേഴ്സിൻ്റെ പേരിലാണ്. അത് ഇംഗ്ലീഷിലായാലും ഹോളിവുഡിലായാലും ഹിന്ദിയിലായാലും തമിഴിലായാലും തെലുങ്കിലായാലും നമ്മൾ അറിയുന്നത് മുഴുവൻ ആക്ടേഴ്സിനെയാണ്. അതുപോലെ തന്നെയാണ് മലയാളത്തിലും. അത്തരമൊരു ആഗോള വ്യവസ്ഥയുടെ ഭാഗം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അത് മാറ്റിയെടുക്കാൻ നമ്മൾ ഒരു കാലത്ത് ശ്രമിച്ചിരുന്നു. ഒരു കാലത്ത് സംവിധായകരുടെ പേരിൽ സിനിമ അറിയപ്പെട്ടിരുന്നു. പിന്നെ തിരിച്ചും ഇപ്പോൾ അത് ആക്ടേഴ്സിൻ്റെ പേരിൽ തന്നെ അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകളുടെ സൂപ്പർ സ്റ്റാറുകളുടെ പേരിലായി മാറിയിരിക്കുകയാണ്. അപ്പോൾ അതൊരു വ്യവസ്ഥയുടെ ഭാഗം എന്ന് എനിക്ക് പറയാനുള്ളത്. നമ്മളതിനെ മറികടക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും, തിരിച്ചടിച്ചുകൊണ്ടേയിരിക്കും. പ്രേക്ഷകരോടാണ് പറയാനുള്ളത്. കാരണം നല്ല സിനിമകളെ പ്രോത്സാഹിപ്പിക്കാൻ ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും ഇപ്പോൾ 2.0 റിലീസ് ചെയ്യുന്ന സമയത്ത് കുറേ പേരെങ്കിലും നമ്മുടെ സിനിമയ്ക്ക് ഉണ്ടെങ്കിൽ തിയേറ്ററുകാർക്ക് മാറ്റാൻ പറ്റില്ല. നമ്മളെന്തായാലും അവരായിട്ടൊരു ടേംസ് ഉണ്ടാവും. അതായത് ഹോൾഡ് ഓവർ ആവാത്ത സിനിമ മാറ്റാൻ അവരെ കൊണ്ട് പറ്റത്തില്ല. അപ്പോൾ ഹോൾഡ് ഓവർ ആവാതെ നോക്കേണ്ട ബാധ്യത, കുറച്ചുകൂടെ നല്ല സിനിമകളെ സംരക്ഷിക്കേണ്ട ബാധ്യത പ്രേക്ഷകർക്ക് കൂടെ ഉണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ തിയേറ്ററുകാരെ ഒരു കണക്കിൽ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് ഇലക്ട്രിസിറ്റി ചാർജെങ്കിലും മുതലാവണം ഒരു ഷോ കളിക്കുമ്പോൾ. അതിനുള്ള ആളുകളെങ്കിലും മിനിമം ഉണ്ടാവണം. അതില്ലാതെ വരുമ്പോഴാണ് അവർക്ക് പലപ്പോഴും സിനിമ മാറ്റേണ്ടി വരുന്നത്. അപ്പോൾ ഞാൻ പറയേണ്ടത് ആത്യന്തികമായി മാറേണ്ടത് പ്രേക്ഷകരാണ്, തിയേറ്ററുകാരോ സിനിമക്കാരോ ഒന്നുമല്ല. നല്ല സിനിമകളെ പ്രോത്സാഹിപ്പിക്കാൻ ആളുകളുണ്ടെങ്കിൽ നല്ല സിനിമകൾ ഉണ്ടായിക്കൊണ്ടേ. തീരുമാനിച്ചിട്ടില്ല, അതൊരു പെട്ടെന്ന് തീരുമാനിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. എന്തായാലും ഉടനെ ഒരു സിനിമ ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടില്ല. സമയമെടുത്ത് നല്ല തിരക്കഥ ഉണ്ടാക്കി ഏതാണ്ട് ഒരു നല്ല സിനിമയുടെ വഴിയിൽ തന്നെ മുന്നോട്ട് പോകണം എന്നാണ് ആഗ്രഹം. ജോസഫിൻ്റെ ജോണർ വേറെ ആണെങ്കിൽ തന്നെ നല്ല സിനിമ എന്ന് പറയുന്ന ഗണത്തിൽ തന്നെ ഉൾപ്പെടണം അടുത്ത സിനിമയും എന്ന് തന്നെയാണ് ആഗ്രഹം. തീർച്ചയായും എനിക്ക് ചില സിനിമകൾ എനിക്ക് കണ്ടു കഴിയുമ്പോൾ അല്ല ഇത് വളരെ മോശമായി പോകുന്നു, അല്ലെങ്കിൽ കുറച്ചുകൂടി നന്നാക്കി ചെയ്യാമായിരുന്നു എന്ന് പറയുന്നതാണ് എൻ്റെ മിക്ക സിനിമകളും. അതായത് ഇപ്പോഴും എനിക്ക് ടി വിയിലോ അല്ലെങ്കിൽ CD എൻ്റെ സിനിമ എനിക്ക് കാണാൻ പറ്റില്ല. കാരണം കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഇത്ര മോശമായിട്ടാണല്ലോ ചെയ്തതെന്ന് എനിക്ക് തോന്നും. പക്ഷേ ജോസഫ് ഞാൻ തിയേറ്ററിൽ ഇറങ്ങിയിട്ട് 2-3 തവണ കണ്ടു. തിയേറ്ററിൽ പോയിട്ട് കണ്ടപ്പോഴും എനിക്കിതിനകത്ത് ഉണ്ട് ചില ഏരിയ ഇനിയും നന്നാക്കാമായിരുന്നു എന്ന് തോന്നിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. എങ്കിൽ പോലും ഏതാണ്ടൊരു 90% ഞാൻ മനസ്സിൽ കണ്ട സിനിമ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ചിന്തിച്ചതിൻ്റെ മേലെയല്ല, ഞാൻ മനസ്സിൽ ചിന്തിച്ച സിനിമയുടെ ഒരു 90% കിട്ടിയാൽ തന്നെ ഞാൻ അതീവ ഭാഗ്യവാനാണ് മറ്റ് സംവിധായകരെ അപേക്ഷിച്ച്. തീർച്ചയായും ഞാൻ എനിക്കിഷ്ടമുള്ള സിനിമയാണ് ഉണ്ടാക്കാൻ ശ്രമിക്കാറുള്ളത്. കാര്യം പ്രേക്ഷകരെ ഇഷ്ടപ്പെടുത്തുക എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ഭാഗമല്ല. കാര്യം വെച്ചാൽ പലതരം പ്രേക്ഷകരുണ്ട്. ആർക്കാണ് ഏതാണ് ഇഷ്ടപ്പെടുക എന്ന് നമുക്ക് വ്യക്തമായൊരു ബോധ്യമില്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മളൊരു പ്രേക്ഷകനെന്ന നിലയിൽ എനിക്കിഷ്ടപ്പെടുന്ന സിനിമ ഞാൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. എന്നിട്ട് ആ സിനിമ പ്രേക്ഷകനെ ഇഷ്ടപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ മിഷൻ, ദൗത്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തീർച്ചയായും ഞാൻ ഒരു സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ എനിക്കിഷ്ടപ്പെട്ട സ്ക്രിപ്റ്റ് എനിക്കിഷ്ടപ്പെട്ട രീതിയിൽ സിനിമയാക്കാനാണ് ഞാൻ ശ്രമിക്കാറുള്ളത്. എന്നിട്ട് ആ സിനിമ കൊണ്ട് എനിക്ക് ആ സിനിമ എൻജോയ് ചെയ്യാൻ പറ്റിയാൽ അത് പ്രേക്ഷകനും എൻജോയ് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ കണക്കൂട്ടാറുള്ളത്. പലപ്പോഴും എൻ്റെ സിനിമ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് കാരണം പ്രേക്ഷകരുടെ നിലവാരം എൻ്റെ നിലവാരത്തിനേക്കാൾ മേലെ നിൽക്കുന്നതുകൊണ്ടാണ്. ഞാൻ അവരെ താഴെയായി പോകുന്നതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ എപ്പോഴും ഒരു പ്രേക്ഷകനായിട്ട് തന്നെയാണ് എൻ്റെ സിനിമയെ സമീപിക്കാറുള്ളത്. 2 തരത്തിൽ ചിന്തിക്കാറുണ്ട്. ഇപ്പോൾ ജോസഫിനെ കുറിച്ചാണെങ്കിൽ തിയേറ്ററിൽ വരുമ്പോൾ നമുക്കൊരു അഭിമാനം തോന്നാറുണ്ട്. കാര്യം തിയേറ്ററിൽ ആളുകളോട് ഇരിക്കുമ്പോൾ ആളുകൾ കൈയടിക്കുന്നു, അവർ എൻജോയ് ചെയ്യുന്നു. പടം തീരുമ്പോൾ അവർ കൈയടിക്കുന്നു, നമ്മളെ കാണുമ്പോൾ സന്തോഷം പ്രകടിപ്പിക്കുന്നു. വീട്ടിലെത്തുമ്പോൾ നമുക്ക് അതിൻ്റെ അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. തിരിച്ചുകൊണ്ടാവാറുണ്ട്. ചില സിനിമകൾ കണ്ടിട്ട് ആളുകൾ വലിയ പ്രതികരണമൊന്നുമില്ലാതെ ഇറങ്ങിപ്പോകുന്ന കാണുമ്പോൾ നമുക്ക് വീട്ടിൽ വരുമ്പോൾ എവിടെയാണ് പഴിച്ചത്, എന്താണ് അങ്ങനെ തിരിഞ്ഞ് ആലോചിക്കേണ്ടി വരാറുണ്ട്. അങ്ങനെ 2 തരത്തിലുള്ള ഇതുണ്ട്. പക്ഷേ എനിക്ക് ജോസഫിനെ സംബന്ധിച്ചാണെങ്കിൽ എനിക്ക് തീർച്ചയായും വളരെയധികം അഭിമാനം തോന്നിയിട്ടുണ്ട്. കാര്യം ആത്യന്തികമായി എന്നെ ഒരുപാട് പേര് അതിനകത്ത് സഹായിച്ചിട്ടുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് മാത്രം വിചാരിച്ചാൽ ഒരു നല്ല സിനിമ ഉണ്ടാവില്ല. ഒരുപാട് ആളുകളുടെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. ജോജു ഉൾപ്പെടെയുള്ള ഒരുപാട് ആളുകൾ ഏറ്റവും മികച്ച രീതിയിൽ ജോലി ചെയ്തുകൊണ്ടാണ് ആ സിനിമ ഉണ്ടായത്. എങ്കിൽ പോലും അതിൻ്റെ സംവിധായകൻ ഞാനാണല്ലോ എന്നോർത്തൊരു അഭിമാനം എനിക്ക് തോന്നാറുണ്ട്. തീർച്ചയായും ജോസഫിനെ സംബന്ധിച്ചതുണ്ട്.